ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രാങ്കണത്തിൽ അസ്തമയ സൂര്യൻ്റെ പ്രഭയിൽ ആനപ്രേമികൾ ആവേശപൂരത്തിൻ്റെ കൊടുമുടികളിലേക്ക് ആർപ്പു വിളിച്ചു കയറി. ഇത്തിത്താനം ദേശം അങ്ങനെ ചമയങ്ങളില്ലാതെ അണിനിരന്ന കരിവീരന്മാരുടെ തട്ടകമായി മാറി. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആനപ്രേമികളാണ് ക്ഷേത്രത്തിലെ ഗജരാജ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഗജരാജ സംഗമത്തിനാണ് ഇളങ്കാവ് ദേവീക്ഷേത്രം വേദിയായത്. തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിന് മുൻപിൽ നെറ്റിപ്പട്ടവും ചമയങ്ങളുമില്ലാതെ വന്ന് ഗജരാജാക്കന്മാർ സ്നേഹം സ്വന്തമാക്കി. 10ാം ഉദയ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഗജമേളയിൽ രാവിലെ കുംഭകുടം കാവടി ഘോഷയാത്രയെ അനുഗമിച്ചാണ് ഗജവീരന്മാർ എത്തിച്ചേർന്നത്. അഭിഷേകത്തിന് ശേഷം പുഷ്പവൃഷ്ടി നടത്തി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് ആനകളെ സ്വീകരിച്ചു. തലപ്പൊക്കത്തിൽ മുന്നിലെത്തിയ തൃക്കടവൂർ ശിവരാജു ദേവിയുടെ തിടംപറ്റി. വലത്തേക്കൂട്ട് പുതുപ്പള്ളി കേശവനും ഇടത്തേക്കൂട്ട് പാമ്പാടി രാജനും അകമ്പടിയായി. തൃക്കടവൂർ ശിവരാജു, പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, ഗുരുവായൂർ രാജശേഖരൻ, പുതുപ്പള്ളി സാധു, വട്ടമൻകാവ് മണികണ്ഠൻ, ചുരൂർ മഠം രാജശേഖരൻ, മൗട്ടത്ത് രാജേന്ദ്രൻ, പരിമണം വിഷ്ണു, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, വേണാട്ടുമറ്റം ശ്രീകുമാർ, ആക്കാവിള വിഷ്ണു നാരായണൻ, ഓതറ ശ്രീപാർവതി, കുമാരനെല്ലൂർ പുഷ്പ എന്നീ ആനകളാണ് ഗജമേളയിൽ പങ്കെടുത്തത്. കാഴ്ച ശ്രീബലിയിൽ ഗജവീരൻ തൃക്കടവൂർ ശിവരാജു ഇളങ്കാവിലമ്മയുടെ പൊൻതിടംപേറ്റി. ലക്ഷണമൊത്ത ആനയ്ക്കുള്ള ഗജരാജരത്നം പട്ടം ഗജവീരൻ പാമ്പാടി രാജൻ സ്വന്തമാക്കി. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരും 70-ലധികം വാദ്യകലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച പഞ്ചാരി മേളവും ആസ്വാദക വൃന്ദത്തെ ആവേശത്തിലാക്കി. ഉയരം കൊണ്ടും ലക്ഷണം കൊണ്ടും പ്രശസ്തരായ 15 ഗജവീരന്മാർ ക്ഷേത്രാങ്കണത്തിൽ അണിനിരന്നപ്പോൾ തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിൻ്റെ ആവേശത്തിലും ആരവത്തിലും മേടച്ചൂട് അലിഞ്ഞില്ലാതായി.